பூமிப்பதிவு சட்ட மாற்றங்கள் சம்பந்தமான சட்டங்கள் ஆகஸ்ட் முதல் வாரம் முதல் நடைமுறைக்கு வரும் என்று வருவாய்த்துறை அமைச்சர் தெரிவித்துள்ளார். இது யாரையும் பாதிக்காது என்றும் பயப்பட தேவையில்லை என்றும் அவர் தெரிவித்துள்ளார். ഇത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന് 964 ചട്ടത്തിൽ തയ്യാറാക്കിയ ആയിരക്കണക്കിന് പട്ടയങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി 64 ചട്ടത്തിലെ 7(1) പ്രകാരം 1971 വരെ എന്ന കാലാവധി എങ്ങനെയുണ്ടായി എന്ന ചോദ്യം സർക്കാരിൻ്റെ മുമ്പാകെ ചോദിച്ചത്. തുടർച്ചയായിട്ടുള്ള നിയമവ്യവഹാരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. കോടതിയുടെ അക്കാര്യത്തിലുള്ള തീരുമാനം കഴിഞ്ഞാൽ ഉടനടി നമുക്ക് നടപടിക്രമങ്ങളിലേക്ക് പോയാൽ വലിയൊരു നമ്പർ പട്ടയം ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയും. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റ് വളരെ ദീർഘമായൊരു കാലമായി നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. 30-35 വർഷമായി കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്കൊന്നും പട്ടയമില്ല. കട്ടപ്പനയുടെ ഷോപ്പ് സൈറ്റുമായി ബന്ധപ്പെട്ട പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ ഏതാണ്ട് 1.5 മാസത്തിനുള്ളിൽ ഓണക്കാലത്തിന് മുമ്പ് തന്നെ പരിഹരിച്ച് തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ ദീർഘമായൊരു കാലമായി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു റവന്യൂ ഭൂമി കുറിഞ്ഞി സാങ്ച്വറി ആയിട്ട് വിജ്ഞാപനം ചെയ്യപ്പെടുന്നത് നീലക്കുറിഞ്ഞിയിലാണ്. നമുക്ക് മുന്നനുഭവങ്ങളില്ല. ഇപ്പം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ തന്നെ നമ്മൾ നിയമിച്ചു. ആ സ്പെഷ്യൽ ഓഫീസർ ദേവികുളം സബ് കളക്ടറായിട്ടുള്ള ശ്രീ ജയകൃഷ്ണ IAS ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നവംബർ മാസത്തിൽ നീലക്കുറിഞ്ഞിയിലെ സെറ്റിൽമെൻറ്റ് പൂർത്തിയാക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി. കുറ്റിയാർ വാലി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നേരത്തെ കൊടുത്ത ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന പ്രശ്നം പറഞ്ഞു. അവിടെ പൂർണ്ണമായും ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിച്ചു. അവിടെയും ഏതാണ്ട് 1200-ലധികം വരുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടിയായി.